ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും അഫീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോത്തോളം, അതായത് 500 ഗ്രാം അടുത്ത് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതുപോലെ ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണോളം തന്നെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർക്കുന്ന ആ ഒരു ഭാഗം ഇതിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറുനാരങ്ങ നീരിൻ്റെ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. ഇത്രയും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പരമാവധി ഇതുപോലുള്ള നാടൻ ഐറ്റംസ് എല്ലാനും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഓരോ ചെമ്മീനും ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ മസാലയൊക്കെ കൂട്ടുന്ന സമയത്ത് ഇത് കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴും ഒരു റബ്ബർ പോലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ മതിയാകും. നമുക്കിനി ഇത് ഓരോന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഒരു ബാച്ച് മാത്രമാണ് ഇട്ടിട്ടുണ്ടായുള്ളൂ. നമുക്കിതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട ചെമ്മീനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണം. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് ഓരോന്നായിട്ട് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിനിപ്പോൾ ചെമ്മീൻ വറുക്കാൻ എടുത്തിട്ടുള്ള സെയിം വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിപ്പോൾ മറ്റുള്ള സവാള വഴറ്റാനായാലും എല്ലാത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള, ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകായ കാരണം 3 ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ളത്, അതായത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത സമയത്ത് ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതൊന്നുമല്ല, നല്ല വലിയ സവാള 2 എടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ ജ്യൂസാണ്, അതായത് ആ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്.
ഈ തക്കാളി കൂടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ, ഒരു 1/2 ടീസ്പൂണിനടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എപ്പോഴും നമ്മൾ മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് തന്നെ വഴറ്റി ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. നമുക്കിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിതിന് ശേഷം ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനൂടെ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെമ്മീനിൻ്റെ എല്ലാ ഇടത്തോട്ടും മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മളത് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് എങ്കിൽ കൂടി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ചെറിയ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം എല്ലാനും നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലോട്ട് ഇതെല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.